അസ്സലാമു എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പൈരോഗ്രാം ബോട്ട് പാർട്ട് 20 ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ എന്ത് ക്രിയേറ്റ് ആക്കാൻ നോക്കുന്നത് വെച്ചാൽ നമുക്ക് ബോട്ട് ഹോസ്റ്റ് ചെയ്യുന്നില്ല, അതായത് ഹീറോക്കു, റെയിൽവേ അതിലൊക്കെ ഹോസ്റ്റ് ചെയ്യുമ്പം നമുക്ക് വാർസിലൊക്കെ കൊടുക്കേണ്ട വേരിയബിൾസ് ഉണ്ടാവും. ഒരു വേരിയബിൾസ് വെച്ചാൽ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു വേരിയബിൾസ് ഉണ്ടാവും. അത് എങ്ങനെ ക്രിയേറ്റ് ആക്കാനാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അറിഞ്ഞാൽ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനൊരു ചെറിയൊരു ഇത് മാത്രമാണ് പറഞ്ഞു തരുന്നുള്ളത്. അപ്പോൾ കൂടുതലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് റിപ്പോണ് എഡിറ്റിംഗ് ആക്കുന്നുള്ളത് ആ റിപ്പോൻ്റെ config.py ഉണ്ടാവും, എന്തിന് info.py ഉണ്ടാവും. അതിലെല്ലാം പോയി ജസ്റ്റ് ചെക്ക് ഔട്ട് ആക്കി നോക്കുക ഏതൊക്കെ സന്ദർഭത്തിലാണ് യൂസ് ആകുന്നിട്ട്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു തരുന്നുള്ളത് ജസ്റ്റ് ചെറിയ മെയിൻ ഫയലിലേക്ക് മാത്രം ക്രിയേറ്റ് ആകുന്നതാണ് പറഞ്ഞു തരുന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞു തരുന്ന നമുക്ക് ബാക്കിയൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അത് അടുത്തേക്കൊന്നും നമ്മൾ എത്തിയിട്ടാൽ നമ്മൾ നല്ല പോകുമ്പം പഠിച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ആയിട്ടുണ്ടെങ്കിൽ പൈരോഗ്രാമിൻ്റെ സപ്പോർട്ട് ഗ്രൂപ്പിൽ വരാം. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കണ്ട് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ എടുക്കാം. ഞാൻ ഇപ്പോൾ റിപ്പോസിറ്ററി ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോൾ പുതിയൊരു ഫയൽ ഒന്ന് ക്രിയേറ്റ് ആക്കാണ്. ഓക്കെ, പുതിയൊരു ഫയൽ ക്രിയേറ്റ് ആക്കാൻ വേണ്ടി 3 ഡോട്ട്സിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ന്യൂ ഫയൽ അതിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഫയലിന് എന്ത് പേരാണ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൊടുക്കാൻ വന്നത് കോൺഫിഗ് എന്നാണ് പേര് കൊടുക്കുന്നത്. config.py ആണ് പൈത്തൻ്റെ സിമ്പിൾ. ഓക്കെ, py എന്നിട്ട് കൊടുക്കാം. എൻ്റെ കമ്മിറ്റ് ക്രിയേറ്റ് ന്യൂ ഫയലാക്കി കൊടുക്കാം. എൻ്റെ വ്യൂ കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഫയലൊന്ന് ഓപ്പൺ ആക്കാം. ഓക്കെ, ഞാൻ ഇങ്ങനെ ഓപ്പൺ ആക്കുന്നത് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടാണ് ഏറ്റവും കൂടി കംഫർട്ടായിട്ട് തോന്നുന്നത്. അതിനോട് ഇങ്ങനെ ഓപ്പൺ ആക്കുന്നത്. എൻ്റെ എഡിറ്റ് ഫയലിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ ഞാൻ എന്താണ് ടൈപ്പ് ചെയ്യുന്നുള്ളത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇമ്പോർട്ട് OS എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എൻ്റെ ഇങ്ങനെ നെക്സ്റ്റ് ലൈനിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് API ID. ഓക്കെ, ബിഗ് ലെറ്ററിലാണ് അടിച്ചു കൊടുക്കുക, സ്മോൾ ലെറ്ററിൽ അടിച്ചു കൊടുക്കാം. API ID അല്ല API hash കൊടുക്കുക ഫസ്റ്റ്. API hash ഇസിക്കൽ ടു എന്നിട്ട് ഇങ്ങ് വേറൊരു പേജിൽ എൻ്റെ മെയിൻ ഫയലിലേക്ക് വരാം. ഓക്കെ, മെയിൻ ഫയലിലേക്ക് വരാം. API hash ഇവിടെ കാണാൻ സാധിക്കും. നമ്പറും വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ABCD അക്ഷരവും വന്നിട്ടുണ്ട്. ഓക്കെ, ആൽഫബറ്റ് വന്നിട്ടുണ്ട്, നമ്പറും വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നേരെ ഇപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ആക്കുന്ന പേജിലൊക്കെ ഒന്ന് വരാം. ഓക്കെ, API hash ഇസിക്കൽ ടു OS എന്നിട്ട് കൊടുക്കാം. എൻ്റെ ഡോട്ട് ഇട്ട് കൊടുക്കാം. എൻ്റെ environ. ഓക്കെ, ANVIRON എൻ്റെ ഡോട്ട് ഇട്ട് കൊടുക്കാം. എൻ്റെ ഗെറ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, എൻ്റെ ഒരു പുതിയൊരു ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഡബിൾ എൻ്റെ ഇതിട്ട് കൊടുക്കാം, ഇതുപോലത്തെ ഒരു ചിഹ്നം. എന്നിട്ടായിട്ട് API hash എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. API hash എന്നല്ല APP hash എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങളെ സൗകര്യം പോലെ കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ക്ലോസ് ആക്കിയിട്ടാക്കാം. ഡബിൾ കോമ ഇട്ടിട്ട് ക്ലോസ് ആക്കി കൊടുക്കാം. നെക്സ്റ്റ് ലൈനിൽ നമുക്ക് API ID ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ലൈനിൽ എൻ്റെ API ID. ഓക്കെ, API _ID എന്നിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് ഇങ്ങനെ. എൻ്റെ OS എന്നിട്ട് കൊടുക്കുന്നത്. അതിനെക്കാട്ടി മുമ്പ് നമുക്ക് നോക്കാണ്ട് API ID എങ്ങനെയാണ് വന്നിട്ടുള്ളത്. API ID നോക്കിയിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഫുള്ള് നമ്പറാണ്. നമ്പറായിട്ടാണ് നമുക്ക് എല്ലാ നമ്പറും കൊടുക്കുന്നത്. നമുക്ക് ചാനൽ ഐഡിയയിലേക്ക് കൊടുക്കുമ്പോൾ ഇതുപോലെ കൊടുക്കുമ്പോൾ ഹിൻഡ് ബേസ് ആയിട്ടാണ് നമുക്ക് തുടങ്ങണം. ഹിൻഡ് ഇട്ടിട്ട് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം. ഇങ്ങനെ ഓപ്പൺ ചെയ്യേണ്ട കാരണം എന്താ വെച്ചാൽ ഫുള്ള് നമ്പർ ആയതുകൊണ്ടാണ് ഹിൻഡ് ഇട്ടിട്ട് തുടങ്ങുന്നത്. ഹിൻഡ് ഇട്ടിട്ട് തുടങ്ങിയതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എൻ്റെ OS ഇട്ട് കൊടുക്കാം. എൻ്റെ ഡോട്ട് ഇട്ട് കൊടുക്കാം. എൻ്റെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കാം. environ എൻ്റെ ഡോട്ട് ഗെറ്റ് ഇട്ട് കൊടുക്കാം. ഡോട്ട് ഗെറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം പുതിയൊരു ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. എൻ്റെ ഡബിൾ കോമ ഇട്ട് കൊടുത്തതിന് ശേഷം API ID എന്നിട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് API ID API hash ഒക്കെ അവിടെ കൊടുത്തതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് കൊടുത്തിട്ട് ഇപ്പോൾ API ID ടൈപ്പ് ചെയ്യുന്നില്ലേ, ആടൊക്കെ അങ്ങനെ കൊടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഈ റോക്കുള്ള ഡിപ്ലോയ് ചെയ്യുമ്പോൾ അവിടെ കാണാൻ സാധിക്കും. ഡിപ്ലോയ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ API hash API ID അതാണ് സംഭവം. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ബോട്ട് ടോക്കണാണ്. ബോട്ട് ടോക്കൺ ഇസിക്കൽ ടു ബോട്ട് ടോക്കൺ ഇപ്പോൾ എങ്ങനെ വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം. നമ്പറും വന്നിട്ടുണ്ടാവും, അതുപോലെ തന്നെ ആൽഫബറ്റും വന്നിട്ടുണ്ടാവും. ABCD A to Z വരെ വന്നിട്ടുണ്ടാവും, 1 to 9 വരെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ഹിൻഡ് ബേസ് നമുക്ക് തുടങ്ങാൻ പറ്റത്തില്ല. ഹിൻഡ് ബേസ് തുടങ്ങിയാൽ അത് എറർ വരും. OS.environ
ഗെറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നും കൂടി ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബോട്ട് ടോക്കൺ. ഓക്കെ, മൂന്നെണ്ണത്തിന് സെയിം ഇട്ട് കൊടുക്കാനല്ല. ഓക്കെ, ഗെറ്റ് കഴിഞ്ഞിട്ട് മൂന്നെണ്ണത്തിന് സെയിം ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. എല്ലാത്തിനും ഒരേപോലെ തന്നെ ഇട്ട് കൊടുക്കണം. പിന്നെ കൊമേൻ്റെ കാര്യത്തിലും ബ്രാക്കറ്റിൻ്റെ കാര്യത്തിലും നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് നേരെ കമ്മിറ്റ് ചേഞ്ചസിന് അടിച്ചു കൊടുക്കാം. ഓക്കെ, നമുക്കിവിടെ എറർ വന്നിട്ടുണ്ട്. ഈ രണ്ടാമത്തെ ലൈനിൽ ഒരു എറർ വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഹിൻറ്റിൻ്റെ കയ്യിൽ നമുക്ക് 2 ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഒന്ന് മാത്രമാണ് ക്ലോസ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, 1 2 ഓൺ ആക്കിയിട്ടുണ്ട്. ഓഫ് ആക്കിയിട്ടുള്ളത് ആകെ 1 മാത്രമാണ്. നമുക്കതും കൂടി ഒന്ന് ഓഫ് ആക്കിയിട്ടേക്കാം. ഓക്കെ, API ഐഡിൻ്റെ അവസാനം വേറൊന്ന് കൂടി ഒരു ബ്രാക്കറ്റ് ഇട്ട് ക്ലോസ് ആക്കിയാൽ മതി. ഹിൻറ്റിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ആക്കിന് ഗെറ്റിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ആക്കിയിട്ട് അങ്ങനെ വിചാരിക്കാം. അല്ലാണ്ട് ഗെറ്റിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ആക്കിന് ഹിൻറ്റിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ആക്കിയിട്ടുണ്ടായിട്ട് ഇപ്പോൾ രണ്ടും നമ്മൾ ക്ലോസ് ആക്കിയിട്ടുണ്ട്. ക്ലോസ് ആക്കിയതിന് ശേഷം ഹിൻറ്റ് നമുക്കൊരു പിങ്ക് കളറിൽ കാണാൻ സാധിക്കും. ഓക്കെ, ആ എറർ നമുക്ക് ഫിക്സ് ആയിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ലൈനിലുള്ള. എന്നിട്ട് നിങ്ങൾ വേറൊരു പേജിലുള്ള നിങ്ങളുടെ മെയിൻ ഫയലൊന്ന് ഓപ്പൺ ചെയ്യാം. മെയിൻ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ഇതാണ് എൻ്റെ മെയിൻ ഫയൽ. ഓക്കെ, മെയിൻ ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിലുള്ള API ID API hash അതൊക്കെ മൊത്തത്തിലൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മൊത്തത്തിലൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ API ID API hash റിമൂവ് ചെയ്തു. ഓക്കെ, ബോട്ട് ടോക്കൺ കൂടി റിമൂവ് ചെയ്തു. ഇനി നമുക്ക് API ഐഡിയും കൂടിയുണ്ട്. API ഐഡിയും കൂടി റിമൂവ് ചെയ്യാണ്. ഓക്കെ, ഇസിക്കൽ ടു മാത്രം വെച്ച് കൊടുത്താൽ മതി. അതിലുള്ള ഡബിൾ കോമ അത് മൊത്തത്തിലൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിൻ്റെ ഇസിക്കൽ ടു ഇട്ട് കൊടുക്കട്ടെ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നേരെ ക്രിയേറ്റ് ആക്കിയ config.py എന്ന പേജിൽ കയറാം. ഓക്കെ, ഞാൻ ഇപ്പോൾ കോൺഫിഗ് ഉണ്ടാക്കിയ അതിൽ കാണാൻ സാധിക്കും API hash എന്നാണ് ഫസ്റ്റ് ഉള്ളത്. അതൊന്ന് കോപ്പി ചെയ്തെടുക്കാം. API hash കോപ്പി എടുത്തിട്ട് ഇതിൽ API hashൻ്റെ സ്ഥാനം ഇത് അതിൽ ആടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലത്തെ ഒരു കൊമ ഇട്ട് കൊടുക്കാം. നിർബന്ധമായിട്ട് ഇതുപോലത്തെ കൊമ ഇട്ട് കൊടുക്കണം. അതിൻ്റെ API ID ആണുള്ളത്. API ID നടന്ന് കോപ്പി എടുത്തിട്ട് ഇതിൽ API IDൻ്റെ സ്ഥാനം ഏടാണുള്ളത് ആടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിൻ്റെ ഇതുപോലത്തെ ഒരു കൊമ നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ, അതിൻ്റെ ഒരു ബോട്ട് ടോക്കൺ ആണുള്ളത്. ഇതിൽ ബോട്ട് ടോക്കൺ ഇത് കോപ്പി എടുത്തിട്ട് ബോട്ട് ടോക്കണിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് നോക്കാം. ആടെ കൊടുത്തിട്ട് പേസ്റ്റ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലത്തെ ഒരു കൊമ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ചോദ്യം വരുന്നുണ്ട്. ഈ API hash API ID ബോട്ട് ടോക്കണൊക്കെ എവിടെ നിന്ന് വരുന്നതെന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരെ കമ്മിറ്റ് ചേഞ്ചസ് അടിച്ചു കൊടുത്താൽ നമുക്ക് ലോക്സിൽ എറർ വരും. ഈ സാധനം ഏടുന്ന് വരുന്നതായിട്ട്. അപ്പോൾ ആ ബഗ്ഗും കൂടി ഫിക്സ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രം എന്നിട്ട് കൊടുക്കാം. ഫ്രം എന്നിട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ നേരെ വേറൊരു പേജിൽ നിങ്ങളുടെ മെയിൻ കോഡിൻ്റെ ഇതുപോലത്തെ ഒരു പേജ് എടുക്കാം. വ്യൂ കോഡിൽ അടിച്ചു കൊടുക്കാം. ഇപ്പോൾ മെയിൻ പേജിൽ തന്നെ ആണ് നമുക്ക് config.py എന്നിട്ടിട്ടുള്ളത്. അല്ലാണ്ട് പൈരോഗ്രാം ബോട്ടിൻ്റെ ഉള്ളിലല്ല config.py എന്നുള്ളത്. മെയിൻ ഫയലിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ആക്കിയ config.py ഉള്ളത്. അതിനുണ്ടാകുമ്പോൾ നേരെ ഡയറക്റ്റ് കോൺഫിഗ് എന്ന് അടിച്ചു കൊടുക്കണം. .py നമുക്കിവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. കോൺഫിഗ് ഇമ്പോർട്ട് എന്നിട്ട് കൊടുക്കാം. ഇമ്പോർട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആടുന്ന് ഇമ്പോർട്ട് ആക്കിയിട്ടുള്ള API hash ഇമ്പോർട്ട് ആക്കിയിട്ടുണ്ട്. API ID ഇമ്പോർട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ ബോട്ട് ടോക്കൺ ഈ 3 എണ്ണമായിട്ട് നമ്മൾ ഇമ്പോർട്ട് ആക്കിയിട്ടുണ്ട്. ആ 3 എണ്ണത്തിന് നമ്മൾ ഇവിടെ കൊടുത്തിട്ട് പേസ്റ്റ് ആക്കി കൊടുക്കാം. ഓക്കെ, കോപ്പി ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് പേസ്റ്റ് ആക്കി കൊടുക്കാം. എന്നിട്ടായിട്ട് ബോട്ട് ടോക്കൺ കൂടിയുണ്ട്, അതും കൂടി പേസ്റ്റ് ആക്കി കൊടുക്കാം. ഓക്കെ, ബോട്ട് ടോക്കൺ അതും കൂടി പേസ്റ്റ് ആക്കിയിട്ട് നേരെ കമ്മിറ്റ് ചേഞ്ചസ് എന്ന് അടിച്ചു കൊടുക്കാം. കമ്മിറ്റ് ചേഞ്ചസ് എന്ന് അടിച്ചു കൊടുത്തിട്ടാകുമ്പോൾ നിങ്ങളുടെ ബോട്ടിൽ ഇപ്പോൾ എറർ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ എറർ ഫിക്സ് ആക്കാം കേട്ടോ. ഇപ്പോൾ എറർ വന്നിട്ടുണ്ടാവും. എറർ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരാം. ഓക്കെ, ഈ 3 എണ്ണം ഇപ്പോൾ ഇമ്പോർട്ട് ആക്കിയിട്ടുണ്ട്. കോൺഫിഗിൽ നിന്ന് ഇമ്പോർട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഫ്രം കോൺഫിഗ് ഇമ്പോർട്ട് API hash API ID ബോട്ട് ടോക്കൺ ഇമ്പോർട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ലോക്സിൽ പോയി ജസ്റ്റ് ചെക്കൗട്ട് ആക്കിയാൽ മതി നമുക്ക് എന്താണ് എറർ വന്നിട്ടുണ്ടായിട്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നേരെ ഹീറോക്കുലേക്ക് പോകാം. ഹീറോക്കുൽ അതിൻ്റെ ലോക്സ് നോക്കിയിട്ട് ഇവിടെ കാണാൻ സാധിക്കും API ID എന്നാണ് ഇപ്പോൾ എൻ്റെ വന്നിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ API hash ഇങ്ങനെ വന്നിട്ടുണ്ടാവും. സംഭവം ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബോട്ടിൽ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിപ്ലോയ് ആക്കിയിട്ടാകുമ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ ഇതിലേക്ക് ആഡ് ആക്കിയിട്ടില്ല. ഈ ഒരു വേരിയബിൾ നിങ്ങൾ വാർസ് റിക്വയർമെൻറ്റ്സ് ആഡ് ആക്കിയിട്ടില്ലായിട്ടാണ് പറയുന്നുള്ളത്. ഓക്കെ, എന്ത് സാധനമാട്ടെ ഇത് സംഭവം ഇങ്ങനെ ആഡ് ആക്കിയിട്ടില്ലാന്ന്. ഓക്കെ, API ID പിന്നെ കോപ്പി എടുക്കാൻ നിങ്ങൾ നേരെ സെറ്റിങ്സിലേക്ക് കയറാം. ഹീറോക്കിൻ്റെ റെയിൽവേ ലാംഗ് അതിൽ വാർസ് കൊടുക്കാനുള്ളൊരു സംഭവമുണ്ട്. അതിൻ്റെ കോൺഫിഗ് വാർസിലൊക്കെ കഴിഞ്ഞിട്ട് കീൻ്റെ അവിടെ കൊടുത്തിട്ട് അത് പേസ്റ്റ് ആക്കി കൊടുക്കാം. API ID എന്നിട്ട് നേരെ API ID നിങ്ങളുടെ ടെലഗ്രാമിൻ്റെ API ID നേരെ കൊടുത്തിട്ട് പേസ്റ്റ് ആക്കി കൊടുക്കാം വാല്യൂൻ്റെ അവിടെ. അടുത്തതായിട്ടാകുമ്പോൾ ഇങ്ങനെ നേരെ ഇന്നുണ്ടാക്കിയ config.py കയറാം. അല്ലെങ്കിൽ
മെയിൻ അല്ലെങ്കിൽ ഇവിടുന്ന് വന്നിട്ട് കോപ്പി ചെയ്തെടുക്കാം. config.py എന്ന് കോപ്പി ചെയ്തെടുക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഓക്കെ, ഇപ്പോൾ ഗെറ്റിൻ്റെ അപ്പുറത്ത് കാണുന്നില്ല, ആടെ നിന്നാണ് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് എടുക്കേണ്ടത്. അല്ലാണ്ട് API hash = ആടെ നിന്ന് കാണുന്ന API hash കോപ്പി ചെയ്തെടുത്താൽ എറർ വരും. സംഭവം ചിലപ്പോൾ നിങ്ങൾ ഗെറ്റിൻ്റെ ആടെങ്കിൽ വേറെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലാണ് റണ്ണാന്നുള്ളത്. ഓക്കെ, API hashൻ്റെ അത് API hash കൊടുത്തു, അടുത്ത് അതും കൂടി ആഡാക്കി. അടുത്തതായിട്ട് ബോട്ട് ടോക്കൺ ഉള്ളത്. ബോട്ട് ടോക്കണിൻ്റെ ഗെറ്റിൻ്റെ ആടെ നിന്നുള്ള ബോട്ട് ടോക്കൺ കോപ്പി ചെയ്തെടുത്തു, എന്നിട്ട് നേരെ ഇവിടെ കൊടുത്ത് പേസ്റ്റ് ആക്കി കൊടുത്തു. അതിൻ്റെ ബോട്ട് ടോക്കണും കൂടി ഒന്ന് ആഡാക്കി കൊടുക്കുകയാണ്. ഓക്കെ, ബോട്ട് ടോക്കൺ കൂടി ആഡാക്കി. ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് എടുക്കുന്നത് എന്താ വെച്ചാൽ എനിക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ ഹീറോക്ക് ടെലഗ്രാമിൽ പോയിട്ട് എടുക്കുമ്പോൾ കുറേ ടൈം എടുക്കും, അതിനുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. ഓക്കെ, അതിൽ ചെറിയൊരു സ്പേസിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ സ്പേസിൻ്റെ? നോക്കട്ടെ, ഒരു സ്പേസ് നേരെ നോക്കാം നമുക്ക്. ഓക്കെ, നേരായിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, അത് ഫുൾ റെഡി ആയിട്ടുണ്ട്. എനിക്ക് നേരെ ലോഗ്സ് ഒന്നും കൂടി പോയിട്ട് ചെക്കാക്കിയാൽ മതി. അതും തോട്ടാട്ടെ, ലോഗ്സിൽ വഴി ജസ്റ്റ് ചെക്കൗട്ട് ആക്കിയാൽ മതി. ലോഗ്സിൽ ഇപ്പോൾ കാണാൻ സാധിക്കും സെറ്റ് ബോട്ട് ടോക്കൺ അതിൽ ലാസ്റ്റ് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മീത്തെ പോയാൽ കാണാൻ സാധിക്കും സെറ്റായിട്ടില്ല, അതിൽ കാണാൻ സാധിക്കും. ഞാൻ റീഫ്രഷ് ആക്കാണ്. റീഫ്രഷ് ആക്കിയാൽ നമുക്ക് മുന്നത്തെ എല്ലാ ലോഗ്സ് ക്ലിയർ ആയിട്ട് ഫ്രഷ് ഇപ്പോൾ ഉള്ള എങ്ങനത്താണോ ലോഗ്സ് ആ ഫ്രഷ് ലോഗ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഫ്രഷ് ലോഗ്സിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഓക്കെ, ഫ്രഷ് ലോഗ്സിൽ ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും സ്റ്റാർട്ടിങ് ടു അപ്പിട്ടുണ്ട്. അപ്പോൾ ബോട്ടിങ്ങൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇങ്ങനെ നേരെ ഹീറോക്കുലായിട്ട് സ്റ്റാർട്ട് അടിച്ചെടുത്താൽ നിങ്ങളുടെ ബോട്ട് സ്റ്റാർട്ടായിട്ട് കാണാൻ സാധിക്കും, സ്റ്റാർട്ടായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ബോട്ട് വർക്കിംഗ് ആകുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡും കൂടി ജസ്റ്റ് ഒന്ന് ചെക്കാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഈ config.py ഒന്ന് എഡിറ്റിങ്ങിൻ്റെയിലേക്ക് വരാം. എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് എല്ലാ ഇതുപോലത്തെ ഇതിലേക്ക് നമുക്ക് യൂസ് ആക്കാൻ പറ്റും. ഈ ഒരു ബ്രാക്കറ്റ് ഒന്ന് റിമൂവ് ആക്കി കൊടുക്കുക. ഓക്കെ, ഈ ഒരു ബ്രാക്കറ്റ് റിമൂവ് ആക്കിയതിന് ശേഷം ആടെ ഒരു കൊമ ഇട്ട് കൊടുത്തതിന് ശേഷം ഡബിൾ കൊമ ഇതുപോലത്തെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ടിട്ട് API hash, ഓക്കെ API hash അവിടെ കൊടുത്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഏത് ബോട്ടിലേക്കും ഈ ഒരു മെത്തേഡ് യൂസ് ആക്കാൻ പറ്റും. ഓക്കെ, ആദ്യത്തെ മെത്തേഡ് എല്ലാത്തിലേക്കും യൂസ് ആക്കാൻ പറ്റും, അതിന് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, API hash അവിടെ കൊടുത്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്തു, എന്നിട്ട് ഡബിൾ കോമ ഇട്ട് ക്ലോസ് ആക്കി ബ്രാക്കറ്റ്. ഓക്കെ, ഇപ്പോൾ ഒന്നും കൂടി നേരെ മാർക്കാക്കി കാണിച്ചു തരാം. ഓക്കെ, ഇതുപോലത്തെ ഒരു കൊമ ഇട്ട് കൊടുക്കണം. API hashന് ഡബിൾ കൊമയിട്ട് ഇതുപോലത്തെ ഒരു കൊമ ഇട്ടിട്ട് ഇതുപോലത്തെ ഒരു കൊമ ഇട്ട് എടുക്കാം, ഒരു സ്പേസ് വിട്ടിട്ട്. അതിൽ ഏറ്റവും അവസാനം ഇതുപോലെ ആക്കി കൊടുക്കണം. ഓക്കെ, ഡബിൾ കൊമ ബ്രാക്കറ്റ് ക്ലോസ്. ഓക്കെ, എന്നിട്ടായിട്ട് API ID ആണ്. API IDൻ്റെ 2 ബ്രാക്കറ്റ് റിമൂവ് ആക്കി കൊടുക്കാം. പിന്നെ റിമൂവ് ആക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ നേരെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് റിമൂവ് ആക്കിയിട്ടുള്ളത്. എന്നിട്ട് ഡബിൾ കോമ ഇട്ട് കൊടുത്തിട്ട് API ID അവിടെ ഇട്ട് കൊടുക്കണം. ഓക്കെ, API ID കോപ്പി ചെയ്തെടുത്തു. API ID അവിടെ കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. ഓക്കെ, API ID ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ഡബിൾ കോമ ഇട്ട് കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ആക്കി. അടുത്തതായിട്ട് ബോട്ട് ടോക്കൺ ആണ് ഉള്ളത്. ഓക്കെ, ബോട്ട് ടോക്കണിൻ്റെ ബ്രാക്കറ്റ് റിമൂവ് ആക്കി ഡബിൾ കോമ ഇട്ട് ഇതുപോലെ ആക്കി കൊടുത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. എന്നിട്ടായിട്ട് ആടാകുമ്പോൾ ബോട്ട് ടോക്കൺ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ബോട്ട് ടോക്കൺ ആണ് ഇട്ട് കൊടുക്കുകയാണ്. ബോട്ട് ടോക്കൺ. ഓക്കെ, ബോട്ട് ടോക്കണും കൂടി കൊടുത്തു. ഓക്കെ, ബോട്ട് ടോക്കൺ കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നും കൂടി ചെയ്യണം. എന്നിട്ട് നേരെ കമ്മിറ്റ് ചേഞ്ചസ് അടിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഈടാകുമ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഹീറോക്കുയിൽ കൊടുക്കേണ്ട വലിയ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഈട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നേരെ ഹീറോക്കുയിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ഹീറോക്കുയിലുണ്ടതിന് മാത്രമാണ് പരിഗണിക്കുന്നത് ഫസ്റ്റ്. ഓക്കെ, നമുക്ക് ആടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പരിഗണിക്കത്തില്ല. ഓക്കെ, അതിനോട് ഈടെ മൊത്തത്തിൽ റിമൂവ് ചെയ്യണം. എന്താ വെച്ചാൽ ഈടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആടെ കൊടുത്തിട്ട് ഒരു ഇതില്ല, ഉപകാരമില്ല. ഹീറോക്കുയിൽ കൊടുക്കാത്തുണ്ടെങ്കിൽ ഈടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബോട്ട് എറർ വരത്തില്ല. സംഭവം ഈടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ മനസ്സിലായിട്ടാകുമ്പോൾ ഒന്നും കൂടി നേരെ വൃത്തിക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ലൂസിഫർ മോണിസ്റ്റാർ ബോട്ട് ഡിപ്ലോയ് ആക്കുമ്പോൾ സ്റ്റാർട്ട് മെസ്സേജ് ആയിട്ട് ചോദിക്കുന്നുണ്ടാവും. സ്റ്റാർട്ട് മെസ്സേജിലായിട്ട് ഒന്നും കൊടുക്കാണ്ട് ഡിപ്ലോയ് ആക്കിയാൽ ഇപ്പോൾ ഞാൻ പെർമനൻ്റ് ആയിട്ടുള്ള സ്റ്റാർട്ട് മെസ്സേജ് കിട്ടും, ഞാൻ സെറ്റാക്കിയിട്ടുള്ള. അതേ സമയത്ത് നിങ്ങളുടെ കൊടുത്താൽ നിങ്ങൾ കൊടുത്തത് കിട്ടും. ഓക്കെ, ഞാനപ്പോൾ ഈ ഒരു സ്ഥലത്ത് എൻ്റെ സ്റ്റാർട്ട് മെസ്സേജാണ് കൊടുത്തിട്ടുള്ളത്, അറിഞ്ഞാൽ. അപ്പോൾ എൻ്റെ സ്റ്റാർട്ട് മെസ്സേജ് ഈടെ കൊടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഡിപ്ലോയ് ആക്കുമ്പോൾ അവിടെ സ്റ്റാർട്ട് മെസ്സേജിൻ്റെ അടുത്ത് ഒന്നും കൊടുക്കാതിരുന്നുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. അതേ സമയത്ത് നിങ്ങൾ സ്റ്റാർട്ട് മെസ്സേജ് കൊടുത്താൽ ഞാൻ കൊടുത്തിട്ടുള്ള മെസ്സേജിന് വാല്യൂ ഇല്ല, നിങ്ങൾ കൊടുത്തതിനാണ് വാല്യൂ ഉള്ളത്. അപ്പോൾ സംഭവം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതിനെക്കാട്ടി വൃത്തിയൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, എന്നിട്ട്
നമുക്കിപ്പോൾ രണ്ടാമത്തെ ഒരു മെത്തേഡും കഴിഞ്ഞ് ഇനി നമുക്ക് മൂന്നാമത്തെ മെത്തേഡും കൂടി ജസ്റ്റ് ഒന്ന് ചെക്കാക്കി നോക്കാം. ഓക്കെ, മൂന്നാമത്തെ മെത്തേഡിൽ നമുക്ക് ഫുള്ളും ഓക്കെ ഡിലീറ്റില്ല കേട്ടോ, എഡിറ്റ് ഫയലിലേക്ക് ഇടാം. ഇത് മൂന്നാമത്തെ മെത്തേഡാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏത് മെത്തേഡാണെങ്കിൽ യൂസ് ചെയ്യാം, ഏതും മെത്തേഡ് എല്ലാ മെത്തേഡും നല്ലത് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഫ്രം കോൺഫിഗിൻ്റെ അതിൽ നിന്ന് റിമൂവ് ആക്കിയിട്ട് ഇവിടെ കാണാൻ സാധിക്കും API ID, API ഹാഷ് ബോട്ട് ടോക്കൺ, അതൊക്കെ ഫുള്ള് റിമൂവ് ആക്കാണ്. ആദ്യം തന്നെ ഇമ്പോർട്ട് OS ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ കാണുന്ന API ഹാഷ്, API ID, ബോട്ട് ടോക്കൺ ഇത് മൂന്ന് റിമൂവ് ആക്കി കൊടുക്കുകയാണ്. API ഹാഷ് റിമൂവ് ആക്കിയിട്ട് OS.en വേരിയസ്, ഓക്കെ en വേരിയൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, en വേരിയൻ എന്നിട്ട് ഇതുപോലെ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. നേരത്തെ .get എന്നിട്ടിന് ബ്രാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ആക്കി കൊടുക്കാം. ഡബിൾ കോമ ഇട്ട് കൊടുക്കാം. API ഹാഷ് ഡബിൾ കോമ ഇട്ട് കൊടുക്കാം. API ഹാഷ് ഡബിൾ കോമ ഇട്ടിട്ട് ബ്രാക്കറ്റ് ഇതുപോലെ ക്ലോസ് ആക്കി കൊടുക്കാം. അടുത്തതായിട്ട് API ID ആണുള്ളത്. API ID നമുക്ക് ഇൻഡ് ബേസ് ആയിട്ട് തുടങ്ങണം. കാരണം എന്ന് വെച്ചാൽ അത് ഫുള്ള് നമ്പറാണ്, ഇംഗ്ലീഷ് അക്ഷരം അതിലില്ല, A to Z വരെ. ഓക്കെ, ഇൻഡ് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കാം, ഇതുപോലത്തെ ബ്രാക്കറ്റ്. എന്നിട്ട് OS ഡോട്ട് ഓക്കെ API ID അല്ല കേട്ടോ, തെറ്റിപ്പോയത്, അത് OS.environ ENVIRON എന്നിട്ട് പുതിയൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. നേരത്തെ .get എന്നിട്ടിന് ഈടെ കൊടുക്കുമ്പോൾ .get എന്നിടുന്നില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് നേരെ കാണുന്നില്ലെങ്കിൽ നല്ല 720 ക്വാളിറ്റിയിലെല്ലാം ഇട്ടിട്ട് നോക്കാം. ഓക്കെ, നല്ലോണം ക്വാളിറ്റി ആക്കാൻ പറ്റുന്നില്ല, കാരണം എന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, വീഡിയോൻ്റെ ക്വാളിറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ബോട്ട് ടോക്കണും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. ബോട്ട് ടോക്കൺ നമുക്ക് ഇൻഡ് ബേസ് വെച്ചിട്ട് തുടങ്ങാൻ പറ്റത്തില്ല. ബോട്ട് ടോക്കണ് നമ്പറിന് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇംഗ്ലീഷ് അക്ഷരം വരുന്നുണ്ട്. എനിക്ക് നേരെ കമ്മിറ്റ് ചേഞ്ചസ് അടിച്ചു കൊടുക്കാം. ഓക്കെ, പിന്നെ എല്ലാത്തിൻ്റെ അവസാനം ഈ ഒരു കൊമ ഇട്ട് കൊടുക്കണം. കൊമ ഇട്ട് കൊടുത്തില്ലെങ്കിൽ എറർ വരും. ഇങ്ങനെ നിർബന്ധമായിട്ടും ചെക്കാക്കേണ്ട ഒരു സംഭവമാണ് ഈ ഒരു കൊമേൻ്റെ കാര്യത്തിൽ. ഓക്കെ, കൊമ ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഇവിടുന്നൊക്കെ എന്തൊക്കെ എറർ വരുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, എന്നിട്ടിങ്ങനെ നേരെ ഹീറോക്കുവിലേക്ക് വേണ്ടിയിട്ട് API ID, API ഹാഷ്, ബോട്ട് ടോക്കൺ വാല്യൂവിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റാക്കി കൊടുക്കണം. ബാർസിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് നിർബന്ധമായിട്ട് ആഡാക്കി കൊടുക്കണം. വാല്യൂസ് നിർബന്ധമായിട്ടും ആഡാക്കി കൊടുക്കണം. ഓക്കെ, ആഡാക്കില്ലെങ്കിൽ എറർ വരും. ഇപ്പം ഞാൻ എല്ലാ വാല്യൂസും നേരത്തെ ചെയ്ത പോലെ തന്നെ ആഡാക്കി കൊടുക്കുകയാണ്. എടുക്കേണ്ടത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലില്ല, ഡബിൾ കോമയും ഫുള്ള് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന ഈ ഒരു സ്ഥലത്തു നിന്നാണ് നമുക്ക് API ID, API ഹാഷ് ഒക്കെ കോപ്പി ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, ഇതൊക്കെ എല്ലാം ഒന്ന് ആഡാക്കി കൊടുക്കാം. ആഡാക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ബോട്ടിലേക്ക് പോയിട്ട് ഒന്ന് ചെക്കാക്കി നോക്കാം. ഞാൻ ഇത്ര സമയം നിങ്ങൾക്ക് ബോട്ട് സ്റ്റാർട്ടാക്കി കാണിച്ചു തന്നിട്ടില്ല. ഇത് നിങ്ങൾക്ക് ഞാൻ സ്റ്റാർട്ടാക്കി കാണിച്ചു തരാം. ഈ ഒരു മെത്തേഡ് യൂസാക്കിയിട്ട് സ്റ്റാർട്ടാക്കി കാണിച്ചു തരാം. ഓക്കെ, ഞാൻ 3 കൊടുത്തിട്ടുണ്ട്. എൻ്റെ മോർ ലോക്സിലേക്കാണ്. ഓക്കെ, ലോക്സിലേക്ക് പോയിട്ട് നമുക്ക് കാണാൻ സാധിക്കും ബോട്ട് ടോക്കൺ കിയർ എന്നല്ല, കുറച്ച് നേരം നമുക്ക് കാണാൻ സാധിക്കും. ഇതാ എല്ലാം ആഡ് ആയിട്ടുണ്ട്. സെറ്റ് ID സെറ്റ് ആയിട്ടുണ്ട്, പിന്നെ API ID സെറ്റ് ആയിട്ടുണ്ട്, പിന്നെ ബോട്ട് ടോക്കൺ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, കുറച്ച് മീത്ത പോയാൽ API ഹാഷ് സെറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ബോട്ട് ഡിപ്ലോയ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇതാ API ഹാഷ് ബോട്ട് ടോക്കൺ ഇടുന്നുണ്ട്, API ID ഇടുന്നുണ്ട്, API ഹാഷ് മീത്തുണ്ട്. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ നേരെ ടെലഗ്രാമിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ ഉണ്ടാക്കിയ ബോട്ടിലേക്ക് കണ്ടിട്ട് ഒന്നും കൂടി ജസ്റ്റ് സ്റ്റാർട്ട് അടിച്ചു കൊടുക്കാം. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് അടിച്ചു കൊടുക്കുകയാണ്. സ്റ്റാർട്ട് അടിച്ചിട്ടാകുമ്പോൾ ബോട്ട് വർക്കിംഗ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ യൂസാക്കിയ ഒരു മെത്തേഡ് വർക്കായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നേരെ വാർസൊക്കെ ഫുള്ള് ഹീറോക്കുൽ തന്നെ കൊടുക്കാം, ഗിറ്റബിൽ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഈ ചാനൽ നിർബന്ധമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും ചെയ്യാം, ഒരു കമൻറ്റും ചെയ്യാം. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായും കമൻറ്റ് ചെയ്യാം. പിന്നെ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ബൈ, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. വീണ്ടും കാണാം.